അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 6 months 1 year ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് എക്സ്പെൻസസ് വരുമെന്ന് വിചാരിക്കുക. നമ്മുടെ വാട്ടർ ലീക്ക് ഉണ്ട്, സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഇഷ്യൂസ് വരിക എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു $600 to $800 എക്സ്പെൻസ് വരും. അത് ബട്ട് ഡെഫിനറ്റ് ആയിട്ടും പ്രോപ്പർട്ടി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് എല്ലാവരും ചെയ്തിരിക്കണം. അതൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് അസസർ വന്നിട്ട് നമ്മുടെ ഈ സ്ട്രക്ചറൽ ഇഷ്യൂസോ വാട്ടർ ഇഷ്യൂസോ പെസ്റ്റ് ഡാമേജോ അല്ലെങ്കിൽ നോൺ കംപ്ലൈൻസ് ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഹസാർഡസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, ആസ്പെറ്റോസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു ബയറുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മസ്റ്റായിട്ടും 100% ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ചെയ്യാതെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. ഈ ബിൽഡിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ്റെ ക്ലോസ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്ത് നമുക്ക് ബാക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വെക്കണം. അപ്പോൾ ഈ ക്ലോസ് ഉണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കൗട്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി കോസ്റ്റ്. പിന്നെ എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ച് പൈസ കുറയ്ക്കുക അല്ലെങ്കിൽ വെൻഡേഴ്സിനെ കൊണ്ട് ആ ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിനെ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ സീ നെക്സ്റ്റ് ടൈം.